വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ആർഭാടമായി ജീവിക്കുന്നതിനും തിന്നുന്നതിനും ഉടുക്കുന്നതിനും ധാരാളമുണ്ട്. പക്ഷേ ഒരു സമാധാനവും അനുഭവിക്കുവാൻ കഴിയുന്നില്ല. എല്ലാം ഉണ്ടായിട്ടും സമാധാനത്തോടെ ഒരു നിമിഷം പോലും ജീവിപ്പാൻ സാധിക്കാത്ത അവസ്ഥ എത്ര ഭീകരമാണ്. ഈ സാഹചര്യത്തിലാണ് 127 സങ്കീർത്തനം നമുക്ക് ആലോചന നൽകുന്നത്. അതിൻ്റെ 2 വാക്യം ഇപ്രകാരമാണ്: നിങ്ങൾ അധികാലത്തെ എഴുന്നേൽക്കുന്നതും നന്ന് താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. അതായത് തൻ്റെ പ്രിയന് ആവശ്യമായതെല്ലാം കർത്താവ് തക്ക സമയത്ത് നൽകുന്നു. അതുമാത്രമല്ല, തൻ്റെ പ്രിയന് അവൻ നല്ല ഉറക്കവും കൊടുക്കുന്നു. ദൈവത്തിൻ്റെ പ്രിയമക്കളാകുമ്പോൾ മാത്രമേ ഏത് സാഹചര്യത്തിലും സമാധാന അനുഭവത്തിൽ നടപ്പാൻ കഴിയൂ. യെശയ്യാവ് 26:3 പറയുന്നത്: സ്ഥിരമാനസൻ നിലാശ്രയം വെച്ചിരിക്കുന്നത് കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. സമാധാനം അനുഭവമാക്കുവാനുള്ള ഒരേ ഒരു വഴി ദൈവത്തിൽ ആശ്രയം വയ്ക്കുക എന്നത് മാത്രമാണ്. യഹോവയിൽ ആശ്രയിക്കുന്നവരെ കുറിച്ച് യിരെമ്യാവ് പറയുന്നത്: യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികത്ത് നട്ടിരിക്കുന്നതും ആറ്റരികത്ത് വേരൂന്നി നിൽക്കുന്നതുമായ വൃക്ഷം പോലെയിരിക്കും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല. അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. യിരെമ്യാവ് 17:7-8 വരെ. യഹോവയിൽ ആശ്രയിക്കുന്നവർക്കും ഉഷ്ണം തട്ടും, എന്നാൽ പേടിപ്പാനില്ല. അഗ്നിയിൽ വീഴും, അഗ്നി ദഹിപ്പിക്കുകയില്ല. വെള്ളത്തിൽ വീഴും, വെള്ളത്തിൽ മുങ്ങിപ്പോയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് കഷ്ടതകൾ നേരിടും, പക്ഷേ കഷ്ടത തകർത്ത് കളയുകയില്ല. കുണ്ടറയിലും പൊത്തിഫറിൻ്റെ ഭവനത്തിലും ജോസഫിനോട് കൂടെ ഇരുന്നവനാ നമ്മുടെ ദൈവം. ദാനിയേലിനോട് കൂടെ സിംഹക്കുഴിയിൽ ഇറങ്ങി സിംഹത്തിൻ്റെ വായ് അടച്ചവനാ നമ്മുടെ ദൈവം. കുണ്ടറയിൽ തള്ളുവാൻ പൊത്തിഫറിന് കഴിയും, എന്നാൽ കുണ്ടറയിൽ യോസഫിൻ്റെ അടുക്കൽ ചെല്ലുവാൻ കർത്താവിന് പൊത്തിഫറിൻ്റെ അനുവാദം ആവശ്യമില്ല. രാജാവിന് ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടുവാൻ കഴിയും, എന്നാൽ സിംഹക്കുഴിയിൽ ഇറങ്ങി ചെല്ലുവാൻ ഒരു രാജാവിൻ്റെയും അനുവാദം ദൈവത്തിന് ആവശ്യമില്ലായിരുന്നു. നമ്മെ കരുതുവാനും കാവൽ ചെയ്യുവാനും മറ്റാരുടെയും അനുവാദം കർത്താവിന് ആവശ്യമില്ല. അതുകൊണ്ട് ഒന്നിനെയും ഭയപ്പെടാതെ യഹോവയിൽ ആശ്രയിക്കുന്നവർക്ക് മുന്നേറുവാൻ സാധിക്കും. മത്തായി 7:11 കർത്താവ് നൽകിയൊരു വാഗ്ദത്തമുണ്ട്: ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. രോഗമാണോ? ദൈവാശ്രയം നമ്മെ പൂർണ്ണ സൗഖ്യത്തിലേക്ക് നയിക്കും. സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയാണോ? ദൈവത്തിലുള്ള വിശ്വാസത്താൽ സമാധാനം പ്രാപിക്കുവാൻ കഴിയും. ഇത് പറയുമ്പോൾ ദൈവം ഒരു മജീഷ്യനാണ് എന്ന് ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചൊരു വ്യക്തിയാണ് കുഷ്ഠരോഗിയായ നയമാൻ. തൻ്റെ കുഷ്ഠത്തിന് മീതെ എലീശ പ്രവാചകൻ കൈ ആട്ടി സൗഖ്യം നൽകുമെന്ന നയമാൻ ചിന്തിച്ചത് 2 രാജാക്കന്മാർ 5:11. ഈ വിധത്തിൽ ചിന്തിക്കുന്ന അനേക വിശ്വാസികളും ഇന്നുണ്ടല്ലോ. കർത്താവ് തീർച്ചയായും നമ്മെ അനുഗ്രഹിക്കും. അത് ഇന്നോ നാളെയോ ആകണമെന്നില്ല. എത്ര താമസിച്ചാലും ക്ഷമയോടെ വിശ്വാസത്തോടെ കാത്തിരിക്കണം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു: ഞാൻ നിന്നെ വലിയ ജാതിയാക്കും, ആകാശത്തിലെ നക്ഷത്രത്തെ പോലെ നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും. വാഗ്ദത്തം നൽകിയത് 60-ാം വയസ്സിൽ. ഇപ്പോൾ അബ്രഹാമിന് 99 വയസ്സ്, വൃദ്ധനായി. അപ്പോഴും നൽകിയ വാഗ്ദത്തം ദൈവം പുതുക്കി. അബ്രഹാമിന് മകനെ ലഭിച്ചത് 100-ാം വയസ്സിൽ. അബ്രഹാം കാത്തിരുന്നത് നീണ്ട 40 വർഷമാണ്. അബ്രഹാമിൻ്റെ കാത്തിരിപ്പിനെ കുറിച്ച് എബ്രായർ 11:11 പറയുന്നത്: പ്രായം കഴിഞ്ഞിട്ടും വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ എന്നെണ്ണി വിശ്വാസത്തോടെ കാത്തിരുന്നു.
അബ്രഹാമിനെ പോലെ വിശ്വാസത്തോടെ കാത്തിരിപ്പാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് അനുഗ്രഹങ്ങൾ ലഭിക്കാത്തത്. കുറേ ദിവസം പ്രാർത്ഥിക്കും, പിന്നെ സംശയമാകും, കിട്ടുമോ? കുറച്ചുകൂടി കഴിയുമ്പോൾ തീരുമാനിക്കും, കിട്ടാൻ പോകുന്നില്ല. അനുഗ്രഹം ലഭിക്കില്ല എന്ന് നമ്മിൽ സംശയം ഉളവാക്കുന്നത് സാത്താൻ്റെ തന്ത്രമാണ്. സാത്താൻ്റെ തന്ത്രത്തെ ജയിപ്പാൻ നമുക്ക് കഴിയണം. സാത്താൻ നമ്മിൽ സംശയം ഉണ്ടാക്കുമ്പോൾ മറ്റാരുടെയും അനുവാദമില്ലാതെ നമ്മിൽ പ്രവർത്തിപ്പാൻ കഴിയുന്ന കർത്താവിൽ ആശ്രയിക്കണം. അവനൊരിക്കലും വാക്കുമാറില്ല. തന്നിൽ ആശ്രയിക്ക് തൻ്റെ മക്കളെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവൻ കാത്തുപരിപാലിക്കും. വിശ്വാസത്താൽ അനുഗ്രഹം പ്രാപിച്ച സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ട് നമുക്കും സ്ഥിരതയോടെ ഓട്ടമോടി പൂർത്തീകരിക്കാം. കർത്താവേ, നിന്നിൽ ആശ്രയിക്കുകയും നീ തന്നെ ആശ്രയം ആയിരിക്കുകയും ചെയ്യുന്ന ഭാഗ്യകരമായ അനുഭവത്തിലേക്ക് എന്നെയും നടത്തണമേ. ആമേൻ. you